ഹലോ കൂട്ടുകാരെ, കൂർക്ക കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അഴുക്കാവുന്നതാണല്ലോ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. കറ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കറയൊന്നും പറ്റാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കറയൊന്നും പറ്റാതെ എങ്ങനെയാണ് കൂർക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ കൂർക്ക കറി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കൂർക്ക നന്നാക്കി എടുക്കാം അല്ലേ. കൂർക്ക നന്നാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കറയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കൂർക്ക ഒരു കുക്കറിലോട്ട് എടുക്കുവാണ് കേട്ടോ. കഴുകി വേണമെങ്കിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കുക്കറിലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നിറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ കൂർക്ക ഒരു നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ആ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് തണുത്ത വെള്ളത്തിലോട്ട് ഇടുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇത് വെന്തുടഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നല്ലപോലെ എന്നാലും വെന്ത് കിട്ടും, പക്ഷേ ഓവർ വെന്ത് ഉടഞ്ഞൊന്നും പോകത്തില്ല. ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ആവശ്യം. ഇപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ തൊലി പൊളിച്ചെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കറയും പറ്റത്തില്ല, പക്ഷേ നമ്മുടെ കൂർക്ക വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ തൊലിയൊന്നും കളയാതെയാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും പോകത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, അതിൻ്റെ ഗുണങ്ങളൊന്നും പോകത്തില്ല. അതിനുശേഷം നമ്മളത് തൊലി മൊത്തം കളഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി ഇത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയാണ് കേട്ടോ. ഇവിടെ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, കാരണം നമ്മൾ ഗ്യാസ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇപ്പം കിഴങ്ങ് വർഗ്ഗങ്ങളില്ലേ, അതുകൊണ്ടാണ് വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എരിവിന് വേണ്ടി മുളക് അരിഞ്ഞിടാം കേട്ടോ, പച്ചമുളക് അരിഞ്ഞിടാം. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നമ്മുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്കയും കൂടിയിട്ട് അതിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, എന്നാലും നിങ്ങൾ ഉപ്പ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ. കൂർക്ക തൊലി കളയാൻ നടക്കണ്ട, കയ്യിൽ കറയാക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.